എൻഡിഎയുമായി സഹകരിക്കാനൊരുങ്ങി എൻസിപി അജിത് പവാർ വിഭാഗത്തിന്റെ കേരള ഘടകം. ദേശീയ തലത്തിൽ ബിജെപിക്കൊപ്പം നിൽക്കുന്ന നിലപാടിന്റെ ഭാഗമായാണ് സംസ്ഥാനത്തും ചുവടുമാറ്റം. ഇത് സംബന്ധിച്ച പ്രഖ്യാപനം ഈ ആഴ്ചയുണ്ടാകും. ഇടതുമുന്നണിയുടെ ഭാഗമായിരിക്കെ പി.സി. ചാക്കോയും തോമസ് കെ തോമസും ഉൾപ്പെടെയുള്ളവർ യുഡിഎഫുമായി രഹസ്യ ചർച്ചയും നടത്തിയതായി സംസ്ഥാന അധ്യക്ഷൻ അഡ്വക്കേറ്റ് വെള്ളയമ്പലം ബിജു നാരായണൻ ന്യൂസ് 18നോട് പ്രതികരിച്ചു. തദ്ദേശ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ശേഷിക്കെയാണ് എൻഡിഎ മുന്നണിയുടെ ഭാഗമാകാനുള്ള എൻസിപി അജിത് പവാർ വിഭാഗത്തിന്റെ നീക്കം. അർഹമായ പരിഗണന ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എ.കെ. ശശീന്ദ്രൻ വിഭാഗത്തിന് വെള്ളയമ്പലത്തെ ഓഫീസ് പോലും അടച്ചുപൂട്ടേണ്ട സാഹചര്യമാണ് ഉണ്ടായതെന്നും അജിത് പവാർ വിഭാഗം സംസ്ഥാന പ്രസിഡന്റ് വെള്ളയമ്പലം ബിജു നാരായണൻ. കഴിഞ്ഞ വർഷം എൻസിപിക്ക് ഒരു വിഭാഗീയത സംഭവിച്ചു. അപ്പോൾ എൻസിപി എന്നും എൻസിപി എസ് പി എന്നും രണ്ട് ഭാഗമായി തിരിഞ്ഞു. അതായത് ശരത് പവാർ വിഭാഗവും നമ്മുടെ ദേശീയ പ്രസിഡന്റായ അജിത് പവാർ വിഭാഗവും. അപ്പോൾ അജിത് പവാർ വിഭാഗം എൻഡിഎയുടെ ഭാഗമായിട്ട് ഇന്ന് കേന്ദ്രത്തിൽ നിലനിൽക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇപ്പോൾ കേരളത്തിലും ഇന്ത്യയുടെ പല സ്റ്റേറ്റുകളിലും എൻഡിഎയുടെ ഭാഗമായിട്ട് മാത്രമേ എൻസിപിക്ക് ഇന്ന് പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. പി.സി. ചാക്കോയും തോമസ് കെ തോമസും ഉൾപ്പെടെയുള്ളവർ നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് യുഡിഎഫ് നേതൃത്വവുമായി സീറ്റ് ചർച്ചകൾ വരെ നടത്തിയെന്നും വെളിപ്പെടുത്തൽ. എ.കെ. ശശീന്ദ്രൻ അദ്ദേഹം എൽ.ഡി.എഫിന്റെ ഭാഗമായിട്ട് നിൽക്കും. അതുപോലെ 3-4 നേതാക്കന്മാരും കൂടെ ഉണ്ടാവുമെന്നാണ്. ബാക്കിയുള്ള നേതാക്കന്മാർ യു.ഡി.എഫിൽ ചർച്ച നടത്തി എന്നുള്ളൊരു ഇൻഫർമേഷൻ വന്നിട്ടുണ്ട്. എൻ്റെ കിട്ടിയ ഇൻഫർമേഷൻ അനുസരിച്ച് പി.സി. ചാക്കോയും മറ്റുമൊക്കെ അവർ സീറ്റ് ധാരണയായെന്നാണ് അവരുടെ നേതാക്കൾ എന്നോട് സംസാരിച്ചത്. മന്ത്രി എ.കെ. ശശീന്ദ്രന്റെ പ്രവർത്തനം സ്വതന്ത്രനെ പോലെയാണ്. ശരത് പവാർ വിഭാഗം സംസ്ഥാനത്ത് ഇല്ലാതായെന്നും ബിജു നാരായണൻ ന്യൂസ് 18നോട് വ്യക്തമാക്കി. ഡാൻ കുര്യൻ, ന്യൂസ് 18, തിരുവനന്തപുരം.